പൊടി ഇതാണ് നമ്മുടെ കൺസേൺ ഫോം. കൺസേൺ ഫോം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എന്താണ്? നമ്മൾ സർജറി ചെയ്യുന്നതിന് മുന്നേ പേഷ്യന്റെയും ബൈസ്റ്റാൻഡറിന്റെ ഒക്കെ പെർമിഷൻ എടുക്കുന്നതാണ്. സോ ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങളെല്ലാം ടേംസിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫോം ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്യണം. ഓക്കെ, ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? എപ്പ ചെയ്തു? പിന്നെ ഇതിന് കള്ളം പറഞ്ഞ? ഓക്കെ, സോ പേഷ്യന്റ് നെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഡേറ്റ് 22/11/2024, അഡ്രസ് കൊടുത്തേക്കാം അല്ലേ? നീ കഴിച്ചായിരുന്നോ രാവിലെ? ഫുഡ് കഴിച്ചാ? സിഗ്നേച്ചറും കഴിഞ്ഞു. ഓക്കെ, സോ പിടിക്കോ. അപ്പം കൺസെന്റ് ഫോം സൈൻ ചെയ്ത് ഇനി നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. അതാണ് ഡോക്ടർ. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇരിക്കട്ടെ. അപ്പൊ റോബിൻ, സോ ഫൈനലി നമ്മൾ കുറെ ഡിസ്കഷൻ നടത്തിയതാണ്. അങ്ങനെ അവസാനം ഇന്ന് 22nd യൂട്യൂബിലൊക്കെ നിങ്ങളുടെ ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. സർജറിയുടെ ഒരു ത്രില്ലും അതേപോലെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഡോക്ടറിനെ ഫോക്കസ് ചെയ്താണ്. അപ്പം റോബിന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. റോബിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറയാം. റോബിന്റെ മെയിൻ നമ്മൾ ഈ സർജറിയിലൂടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിന് ഒരു ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ CT സ്കാനിലൊക്കെ നമ്മൾ കണ്ടു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അതിനനുസരിച്ച് ഒരു സാച്ചുറേഷൻ ലെവലിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അഡ്രസ് ചെയ്യാനാണ് നമ്മൾ മെയിൻലി ഒരു സർജറി പ്ലാൻ ചെയ്തത്. സോ ഇത് റൈനോപ്ലാസ്റ്റി ആണ്. നോർമലി നമ്മൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തരത്തിലാണ് ചെയ്യുക. അണ്ടർ ജനറൽ അനസ്തേഷ്യയും ചെയ്യും, ലോക്കൽ അനസ്തേഷ്യയും ചെയ്യും. എന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും റൈനോപ്ലാസ്റ്റി ലോക്കൽ അനസ്തേഷ്യയാണ്. അതാണ് റോബിനും ഇഷ്ടപ്പെട്ടതും അതുകൊണ്ടാണ് ഓപ്റ്റ് ചെയ്തത്. സോ നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിന്റെ കംപ്ലീറ്റ്ലി മൂക്കിന് ഡീഗ്ലൗ ചെയ്യും, തുറക്കും. അതിന്റെ കൂടെ ആ ഡീവിയേറ്റഡ് സെപ്റ്റത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യും. അതിന്റെ കൂടെ റോബിൻ അച്ചീവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. വൺ, ഒരു കുറച്ചും കൂടി ഒരു വലിയ എയർവേ സ്പേസ് കിട്ടും. അതായത് ബ്രീത്തിങ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ എന്തായാലും റൈനോപ്ലാസ്റ്റി ചെയ്യാണ്. അപ്പൊ അതിന്റെ കൂടെ ചെറിയ തോതിൽ ഒരു എസ്തെറ്റിക് വൈസ്, അതായത് ചെറിയൊരു കറക്ഷൻസ് ഒന്നും കൂടി ഡിഫൈൻഡ് ആവും. കാരണം ചെറിയ ചെറിയ കറക്ഷൻസ്, ടച്ച് വുഡ് യു ഹാവ് എ വെരി ഗുഡ് പ്രൊഫൈൽ, ഫേഷ്യൽ പ്രൊഫൈൽ ആണ്. പക്ഷെ എന്നാൽ തന്നെ ചെറിയ തോതിൽ നിന്റെ മൂക്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്തെടുത്തതിന് കുറച്ചും കൂടി എസ്തെറ്റിക്കലി മോർ പ്ലീസിംഗ് ആവുന്നതാണ്. സോ വി വിൽ അച്ചീവ് ബോത്ത് ഈ ഒരു സർജറി. ഒരു മിനിമം ഒരു 3.5 hours സർജറി ഉണ്ടാവും. തരിപ്പിച്ചിട്ടാണ് ചെയ്യുക. യു ഷുഡ് ബി ഓൾ റിലാക്സ്ഡ്. ഒന്നുമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ റോബിൻ അറിയും, പെയിൻ അല്ല. യു വിൽ ബി നോയിങ് ഡോക്ടർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. യു വിൽ ഫീൽ ദ പ്രഷർ ബട്ട് യു വിൽ നോട്ട് ഫീൽ ദ പെയിൻ. ഞാൻ ചെറിയ ഡോക്ടറാണ്. അപ്പൊ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ ഒരു ഇൻസിഷൻ ഇടുന്നതെല്ലാം ഓക്കെ. അതാണ് എന്റെ പ്രശ്നം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് നമ്മളിത് കാണുകയാണല്ലോ. നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഡോക്ടർ ഇതാണ് ചെയ്യുന്നത്, ഇതാണ് ഓക്കെ. എത്രയൊക്കെ ഡോക്ടർ ആണെന്ന് പറഞ്ഞാലും സർജറി എന്ന് പറയുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ബട്ട് ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ ഭയങ്കര എന്താ പറയാ, പേഷ്യന്റിനെ ഭയങ്കരമായിട്ട് കംഫേർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ വളരെ ഈസി ആയിട്ടെല്ലാം പറയാറ്. ഈസി ആയിട്ടാ പറയാറ്. അപ്പം അത് കാരണം എനിക്ക് അങ്ങനെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആൻഡ് ഐ ട്രസ്റ്റ് യു. താങ്ക് യു. ആൻഡ് എന്താ പറയാ, ഇതൊരു സക്സസ് ആവട്ടെ. പിന്നെ ഇതില് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 days. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് റെസ്റ്റ് ഒന്നും എടുക്കേണ്ട. 10 ദിവസമാണ് ശ്രദ്ധിക്കേണ്ടത്. 5 days ഒരു ചെറിയ പാക്ക് ഉണ്ടാവും. ഫോർ 1 day ഐ വിൽ ബി ഗിവിംഗ് യു എ നേസൽ പാക്ക്. അത് മൂക്കിന്റെ ഉള്ളിൽ നമ്മൾ പാക്ക്, ബ്ലീഡിംഗ് ഒക്കെ വരരുത് എന്നുള്ളതിൽ നേസൽ പാക്ക് ഉണ്ടാവും. അത് ദ സെക്കൻഡ് ഡേ ഇവിടെ തന്നെ വന്നിട്ട് യു ക്യാൻ റിമൂവ് ദ നേസൽ പാക്ക്. ഓക്കെ, ഒരു തരത്തിലും റെസ്റ്റ് എടുക്കരുത്. റോബിൻ സർജറി ചെയ്തു, ഇന്ന് വീട്ടിൽ പോയി, അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. സ്വെല്ലിംഗ് കുറയാൻ വേണ്ടി. സോ യു ഷുഡ് ബി ആക്റ്റീവ് ആൻഡ് മൊബൈൽ. അപ്പൊ നല്ല രീതിയിൽ ഒരു രാവിലെ ഒരു 15 minutes, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്യണം. അപ്പൊ സ്വെല്ലിംഗ് നല്ല രീതിയിൽ മാറും. 5th day ഐ വിൽ റിമൂവ് യുവർ പാക്ക്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബിൻ ഇസ് ഓൾ നോർമൽ, വെളിയിലൊക്കെ പോവാം. 10th day I'll be reviewing his future. Okay. ഈ ഒരു സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ there won't be any scar. ഒരു തരത്തിൽ സ്കാർ ഉണ്ടാവില്ല. കാരണം ഈ അണ്ടർനീത്ത് ഓഫ് ദി നോസിലാണ് വരിക. അപ്പൊ അങ്ങനെ വലിയ സ്കാറിന്റെ ഇഷ്യൂസ് ഒന്നും വരാനൊന്നും പോകുന്നില്ല.
ബട്ട് എന്തായാലും ഒരു സർജറി ചെയ്തതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. സോ ഫീൽ ഫ്രീ ടു കോൾ മീ എനി ടൈം. മൈ സ്റ്റാഫ്സ് അവരെന്തായാലും ബാക്കി ഹെൽപ്പ് ഞാൻ വിളിക്കും. അതെനിവേ സർജറിക്ക് മുന്നേ ഡെയിലി വിളിച്ചിട്ട് അതെ ഡോക്ടറെ അല്ലെ സമയം പോകുന്നുണ്ടായിരുന്നല്ലോ എന്നോട് സംസാരിക്കുമ്പോൾ. ഒരു എന്താ പറയോ, എനിക്ക് പൊടി എനിക്ക് ഏറ്റവും വലിയ തമാശ എന്തായാലും റോബിനെ കുറിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. പക്ഷെ ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് റോബിനെ പരിചയപ്പെട്ടല്ലോ. ഞാൻ ഇപ്പൊ മേ ബി ലൈക്ക് ഒരു 10-15 days ആയി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫോൺ കോൾസ് ബന്ധപ്പെടുന്നു. നമുക്ക് 2018-19 തൊട്ടേ അറിയാം. നമ്മൾ അങ്ങനെ വലിയ കോൺടാക്ട് ഇല്ല. അപ്പം ഈ ഒരു സർജിക്കൽ ജേർണിയിൽ ഞാൻ റോബിനായിട്ട് സംസാരിക്കുമ്പോൾ പരിചയപ്പെടുമ്പോൾ റോബിൻ ഒരു എന്താ പറയാ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ എനിക്ക് തോന്നുന്നത്. സോ ക്യൂട്ട് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഒരു ചൈൽഡിഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ദ ഹോൾ വേൾഡ് has seen your one face, the other face they haven't seen. ഡോക്ടറിന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, എന്നോട് എന്റെ കൊലീഗ്സ് ഒക്കെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോബിൻ എങ്ങനെ ഭയങ്കര ഗൗരവമാണോ, ഭയങ്കര ബഹളാണ്. ഞാൻ പറയല്ലോ ഒരു പാവാണ്, സ്വീറ്റ് ആണ്. എന്തായാലും ഇറ്റ് വാസ് ഗുഡ് ടു നോ യു പേഴ്സണലി. അപ്പൊ എന്തായാലും നമുക്ക് സർജറിയിലോ ടെൻഷൻ ഒന്നുമില്ലല്ലോ? നോ ടെൻഷൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാം കഴിച്ചു. മെഡിസിൻ കഴിക്കാറുണ്ടായിരുന്നു, അതെല്ലാം ഓക്കെയാണ്, ഡൺ. സോ അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് പോകുന്നു. അപ്പം എല്ലാം ഒന്ന് റെഡി